വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ +2 മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഉദ്ദേശിച്ചത് പാസ്സാവാൻ വേണ്ടി എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രോബ്ലങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു അഡ്വാൻസ്ഡ് പ്രോബ്ലങ്ങളൊന്നും അല്ല, എന്തായാലും പഠിച്ചിരിക്കേണ്ട റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലങ്ങളാണ്. ഓക്കെ, നമ്മുടെ മുന്നിൽ ലക്ഷ്യം മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ, എക്സാം പാസ്സാവണം എന്നത് മാത്രം. അതിനുള്ളൊരു വീഡിയോസാണ് നമ്മൾ പ്രോബ്ലങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് Aij whose elements are given by Aij is equal to 2i plus j എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൻ്റെ എലമെൻ്റ് എങ്ങനെയാണ്? എ ഐ ജെ ഇങ്ങനെയാണ്. ദെൻ അവർ പറഞ്ഞിട്ടുണ്ട് Aij എന്ന് പറയണത് എന്താണ്? Aij എന്ന് പറയണത് 2i plus j ആണ്. എന്താണ് ഈ ഐയും ജെയും? നമ്മൾ മെട്രിക്സിനെ എനെ എഴുതി കഴിഞ്ഞാൽ മെട്രിക്സ് നമ്മൾ നോർമലി 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. A11 A12 A21 A22 താഴേക്കാണ് 1 2 എന്ന് പറഞ്ഞ് മാറുക. ഈ 1 1 ഉം 1 2 ഉം 2 1 ഉം 2 2 ഉം അവരാണ് ഐയും ജെയും. ഓക്കെ, ഫസ്റ്റുള്ള ഇതാണ് ഐ, രണ്ടാമത് വന്നേക്കുന്നതാണ് ജെ. ക്ലിയർ? നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് കുറേ A11 A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം A11 എന്താ നോക്കാം. A11 എന്ന് പറയുമ്പോൾ ഐ എന്താണ്? 1, ജെ എന്താണ്? 1. സോ എന്ത് വരും? 2 ഇൻറ്റു ഐക്ക് പകരം 1, ജെക്ക് പകരവും 1. അപ്പോൾ എന്ത് കിട്ടും? 2 + 1 3. മനസ്സിലായോ? അടുത്തത് A12 ആണ്. അപ്പോൾ ഐക്ക് പകരം 1, ജെക്ക് പകരം 2. സോ എന്ത് വരും? 2 ഇൻറ്റു ഐ എന്താണ്? 1. ദെൻ ജെ എന്ന് പറഞ്ഞാൽ എന്താ? 2. സോ 2 ഇൻറ്റു 1 2 2 + 2 എന്ത് വരും? 4. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം ഞാൻ കേട്ടോ. അടുത്തത് A21 ആണ്. A21 എന്ന് പറഞ്ഞാൽ ഐ, അത് ഫസ്റ്റത്തെ എന്താണ്? 2. ജെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് എത്രയാണ്? 1. എന്ത് വരും? 2 ഇൻറ്റു ഐക്ക് പകരം 2, ജെക്ക് പകരം 1. അപ്പോൾ 2 ഇൻറ്റു 2 4 4 + 1 5. അടുത്തത് നമ്മുടെ ലാസ്റ്റ് എലമെൻറ്റ് A22. ഐ എന്ന് പറയണത് ഇവിടെ 2, ജെ എന്ന് പറയണത് ഇവിടെ 2. എന്ത് വരും? 2 ഇൻറ്റു ഐക്ക് പകരം 2 പ്ലസ് ജെക്ക് പകരം 2. സോ 2 ഇൻറ്റു 2 4 4 + 2 എന്ത് വരും? 6. നമുക്ക് എല്ലാ എലമെൻറ്റും കിട്ടി. എന്ത്? 3 4 5 6. നമുക്കതിനെ എ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A is equal to A11 ഏതാണ്? ഇത് എത്ര? 3. അടുത്തത് A21 ഏതാണ്? ഇത് എത്ര? 5. അടുത്തത് A12 ഇത് 4. ദെൻ അടുത്തത് A22 എത്ര? 6. ഇത് പഠിക്കാൻ എളുപ്പവഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 11 12 21 22. 11 12 നേരെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. 11 12 11 12 കണ്ടില്ലേ? 21 22. അപ്പം നമുക്ക് എ കിട്ടി. ഓക്കെ, നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 3 4 5 6. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ എ സ്കോർ കണ്ടുപിടിക്കണം. എ സ്കോർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. എ സ്കോർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3 4 5 6 മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത്? 3 4 5 6. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 7 പോലെ ഇരിക്കും. അതായത് 3 ഇൻറ്റു 3 + 4 ഇൻറ്റു 5 അങ്ങനെ നോക്കാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഇത് ഇൻറ്റു ഇത് 3 ഇൻറ്റു 3 പ്ലസ് എപ്പോഴും പ്ലസ് ആണ്
4 ഇൻറ്റു താഴത്തത്. ഓക്കെ, ഇനി അടുത്തത് കിട്ടാൻ ഇതുപോലെ തന്നെ 3 ഇൻറ്റു 4, അതായത് ഇത്, പ്ലസ് 4 ഇൻറ്റു 6, അതായത് ഇത്. ഇനി താഴെ 5 ഇൻറ്റു 3 പ്ലസ് 6 ഇൻറ്റു 5. 5 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ, 6 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ദെൻ 5 ഇൻറ്റു 4 പ്ലസ് 6 ഇൻറ്റു 6. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. 3 ഇൻറ്റു 3 9, 9 പ്ലസ് 4 ഇൻറ്റു 5 20, 3 ഇൻറ്റു 4 12, 12 പ്ലസ് 24, 3 ഇൻറ്റു 5 15, 6 ഇൻറ്റു 5 30, 5 ഇൻറ്റു 4 20, 6 ഇൻറ്റു 6 36. ദെൻ എല്ലാം കൂടി ആഡ് ചെയ്യാം. 29, 36, 45, 56. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയറും കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 is equal to ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ഒരു ഇൻ്റഗ്രൽ അതും അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതിന് എളുപ്പവഴി എന്ന് പറയുന്നത് ഈ കിട്ടിയേക്കുന്ന ആൻസറിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. മനസ്സിലാവുന്നു? ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ? സോ കാണാം, ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ബൈ എന്താണോ അത്, എക്സ് സ്ക്വയർ പ്ലസ് 1. ദെൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 1ഉം എക്സ് സ്ക്വയർ പ്ലസ് 1ഉം ക്യാൻസലായി. നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. മനസ്സിലാവുന്നു? തന്നേക്കുന്ന ഉത്തരത്തിന് ഡെറിവേറ്റീവ് കാണാം, ഇതേപോലെ ഫോർമാറ്റിലാവും. 1 പ്ലസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 1 കഴിഞ്ഞ് ബാക്കിയുള്ള എന്താണോ അതാണ് എഫ് ഓഫ് എക്സ്. അത്ര ഉള്ളൂ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് ഓഫ് n natural numbers defined as r is equal to ab and ab is factor of 6 is reflexive, symmetric or transitive. അതിനു മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് ഈ 6ൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. ഓക്കെ, എ ഇൻറ്റു ബി എന്ന് പറയണത് എന്തായി വരണം? 6ൻ്റെ ഫാക്ടറായിട്ട് വരണം. 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 6. അപ്പോൾ പ്രൊഡക്റ്റ് 1 വരുന്ന നമ്പേഴ്സ് 1 1, പ്രൊഡക്റ്റ് 1 ആണ്. പ്രൊഡക്റ്റ് 2 വരുന്നത് 1 2 2 1. പ്രൊഡക്റ്റ് 3 വരുന്നത് 1 3 3 1. പ്രൊഡക്റ്റ് 6 വരുന്നത് 2 3 3 2 6 1 1 6. എന്താണ് ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എ ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലേഷൻ എന്ന് പറയുന്നത് എ കോമ ബി ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് നോക്കാം. പ്രൊഡക്റ്റ് 1 കിട്ടേണ്ടത് 1 1. അപ്പോൾ എ 1 ആണ് ബി 1 ആണ്. അങ്ങനെ അതിനകത്ത് എഴുതിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഏതൊക്കെയാണ്? 1 1 1 2 2 1 1 3 അങ്ങനെ ഇങ്ങനെ വരെ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണോ സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് എന്നൊക്കെയാണ്. എന്താണ് റിഫ്ലെക്സീവ്? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എ എന്ന് വരണം. രണ്ടിടത്തും ഒരേപോലെ വരണം. നമുക്ക് 1 1 ഉണ്ട്, 2 2 ഉണ്ടോ? ഇല്ല. 3 3 ഉണ്ടോ? ഇല്ല. 6 6 ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? എ ഓഫ് എ ഈസ് നോട്ട് എലമെൻറ്റ് ഓഫ് ആർ. എന്തിന്? ഫോർ എവരി എ. അങ്ങനെ എഴുതണമെന്നില്ല. എല്ലാത്തിനും 1 1 ഇല്ലാത്ത കൊണ്ട് ഇത് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല, നോട്ട്. ദെൻ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. നമുക്ക് 1 2 ഉണ്ട്, 2 1 ഉണ്ടോ? ഉണ്ട്. 1 3 ഉണ്ട്, 3 1 ഉണ്ടോ? ഉണ്ട്. 2 3 ഉണ്ട്, 3 2 ഉണ്ടോ? ഉണ്ട്. 6 1 ഉണ്ട്, 1 6 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ എന്താണ്?
സിമ്മട്രിക്ക് ആണ്. ഓക്കെ, അടുത്ത ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ കോമ ബി ഉണ്ട്, ബി കോമ സി ഉണ്ടെങ്കിൽ എ കോമ സി വരണം. നമുക്കിവിടെ 1,2 ഉണ്ട്, 2,3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇത് പറയുന്നതനുസരിച്ച് 1,3 വേണം. ഉണ്ടോ? 1,3 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. എ കോമ ബി, ബി കോമ സി ആണെങ്കിൽ എ കോമ സി. 1ഉം 2ഉം ഉണ്ട്, 2ഉം 3ഉം ഉണ്ടെങ്കിൽ 1ഉം 3ഉം വേണം. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഓക്കെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to cos x and then x axis between x equal to 0 and x equal to pi. ഈ ക്വസ്റ്റ്യന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങ് കയറി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ, ശരിക്കുള്ള ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to pi cos x into dx എന്നാണ്. നമ്മൾ നേരെ അങ്ങ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0 ആണ്. അതിന് കാരണം ഗ്രാഫ് അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ പോയിൻ്റാണ് π/2. ഇവിടെയും കുറച്ച് ഏരിയ ഉണ്ട്, ഇവിടെയും കുറച്ച് ഏരിയ ഉണ്ട്. പക്ഷെ രണ്ടും കൂടി 0 ആയി പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആൻസറിൽ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഏരിയ കാണുമ്പോൾ ഇക്വേഷന് ചെറിയൊരു മാറ്റം വരുത്തും. ഇക്വേഷൻ നമ്മൾ 2 ടൈംസ് കൊടുക്കും. പിന്നെ ഇൻ്റഗ്രൽ ലിമിറ്റ് മാറ്റും. 0 to pi അല്ല, 0 to π/2 ആണ്. അതായത് നമ്മൾ ഇത്രയും പോർഷനിലെ ഏരിയ കാണും, എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 2 ചെയ്യും. അപ്പോൾ നമുക്ക് ഫുള്ള് കിട്ടും. നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാം. ദെൻ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, സൈൻ എക്സ്, 2 into sin x. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 0 to π/2. സോ 2 into sin എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സൈൻ π/2 മൈനസ് സൈൻ 0. സോ 2 into സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0. സോ 2 into 1, 2 സ്ക്വയർ യൂണിറ്റ്സ്. അതാണ് നമ്മുടെ ഏരിയ. മനസ്സിലാവുന്നു? ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 into 0 to π/2 ആക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഒരെണ്ണം ചെയ്താൽ മതി. സോ നമുക്കത് കിട്ടും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻസ് ഇതുവരെ പറഞ്ഞൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളാണ്. ഇനി നമുക്കുള്ളത് കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. കൺസിഡർ കർവ് y is equal to x³ plus 8x. Find the point on the curve with the slope is equal to 20. Does there exist a tangent to above curve with negative slope? ഒക്കെ പോട്ടെ, എന്തായാലും കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് ഓൺ ദ കർവ് വിത്ത് സ്ലോപ്പും ടാൻജൻറ്റും എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ dy/dx ആണ് എപ്പോഴും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ y എന്താണ്? x³ പ്ലസ് 8x പ്ലസ് 3. നമുക്ക് dy/dx കാണണം. എന്ത്? dy/dx ഓഫ് x³ പ്ലസ് 8x പ്ലസ് 3 കാണണം. x³ ഡെറിവേറ്റീവ് എന്താണ്? 3x². 8xൻ്റെയോ 8, 3ൻ്റെ 0. സോ നമുക്ക് എന്ത് കിട്ടും? 3x² പ്ലസ് 8. അതാണെന്ത്? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ക്ലിയർ? ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് പോയിന്റ് ഓൺ ദ കർവ് അറ്റ് വിച്ച് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 20. അപ്പോൾ അതിനുള്ള കാര്യത്തിലേക്ക് പോവാം. എന്താണ് പറഞ്ഞേക്കണേ? ഈ 3x² പ്ലസ് 8 എന്ന് പറയുന്നത് 20 ആണ്. നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനായിട്ട് 3x² പ്ലസ് 8 അപ്പുറത്തോട്ട് പോകുമ്പോൾ 20 മൈനസ് 8 12 എന്ന് വരും. 3x² ആണ് 12. അപ്പോൾ x² is equal to 12/3 എന്ത് വരും? 4 എന്ന് വരും. x² ആണ് 4. അപ്പോൾ എക്സിന് 2 വാല്യൂസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോയിന്റുകളാണ്. പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സും വേണം വൈയും വേണം. സോ നമുക്ക് ആദ്യം എക്സിന് +2 ആകുമ്പോൾ വൈ എന്താണെന്ന് കണ്ടുപിടിക്കാം. വൈ എങ്ങനെ കണ്ടുപിടിക്കണം? ഇതാ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. എന്ത്? ഈ എക്സിൻ്റെ വാല്യൂസ്. ഞാൻ +2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2³ പ്ലസ് 8×2 പ്ലസ് 3. 2³ എന്ന് പറഞ്ഞാൽ 8, 8×2 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 3. 18 പ്ലസ് 16 24. 24ഉം 3ഉം എത്ര വരും? 27. ഫസ്റ്റ് പോയിന്റ് കിട്ടി.
എന്ത് x,y എന്ന് പറയുന്നത് 2,27. ഇനി നമുക്ക് ഇതുപോലെ സെക്കൻഡ് പോയിന്റ് കണ്ടുപിടിക്കണം. സെക്കൻഡ് പോയിന്റ് നമ്മൾ എക്സിന് -2 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ -2 ക്യൂബ് പ്ലസ് 8 ഇൻറ്റു -2 പ്ലസ് 3. -2 ക്യൂബ് എന്ന് പറഞ്ഞാൽ -8, 8 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -16 പ്ലസ് 3 -24 പ്ലസ് 3 എന്തൊരു -21 വരും. സെക്കൻഡ് പോയിന്റ് എന്താണ്? -2, -21. ഇതാണ് സെക്കൻഡ് പോയിന്റ്. നമുക്ക് പോയിന്റ് ഒക്കെ കിട്ടി. ഫസ്റ്റ് പോയിന്റ് 2,27, സെക്കൻഡ് പോയിന്റ് -2, -27. ഇനി നോക്കിയേ, ഡസ് ദെയർ എക്സിസ്റ്റ് എ ടാൻജന്റ് എബോവ് വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. നമുക്കറിയാം സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. എന്ത്? dy/dx. എത്രയാണത്? 3x² + 8 ആണ്. ഇത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്താ കാരണം? x² വന്നിട്ടുണ്ട്, x ഇല്ല. x² എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഉത്തരത്തിന് ആൻസർ എന്താണ്? നോ. ടാൻജന്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊജക്ഷൻ്റെ ഇക്വേഷൻസ് എഴുതി നോക്കാം. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ a.b/b ആണ്. അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറഞ്ഞാൽ b.a/a ആണ്. ഇത്ര മാത്രം ഓർത്ത് വെക്കാം. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്. എ ഓൺ ബി കണ്ടുപിടിക്കണം. എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a.b/b. സോ a.b കാണാം. അതായത് എന്റെ ഫസ്റ്റ് ടൈമിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ബിന്റെ ഫസ്റ്റ് ടൈം. ഓക്കെ, ദെൻ 1 × 4 പ്ലസ് 3 × -1. എന്റെ ഫസ്റ്റ് ടൈം 2i-ലെ 2, ദെൻ ബിന്റെ ഫസ്റ്റ് ടൈം i-ലെ 1, ദെൻ എന്റെ സെക്കൻഡ് ടൈമിലെ 1, അത് ജെയിൻ്റെ 1, ദെൻ കെയിൻ്റെ മീൻസ് ബിന്റെ ഫസ്റ്റ് ടൈം ഇത് 4j-ലെ 4, a1a2 പ്ലസ് b1b2 പ്ലസ് c1c2 അങ്ങനെയാണ്. ദെൻ എയിലെ കെയിൻ്റെ ടൈം 3, ബിയിലെ കെയിൻ്റെ ടൈം -1. ഓക്കെ, 2 × 1 എന്ന് പറഞ്ഞാൽ 2, 1 × 4 എന്ന് പറഞ്ഞാൽ 4, 3 × -1 എന്ന് പറഞ്ഞാൽ -3. സോ 4 + 2 6 വരും. 6 - 3 എന്ത് വരും? 3 വരും. 2 × 1 പ്ലസ് 4 × 1 -3. 2 × 1 2, ദെൻ 4 -3. 4 + 2 6, 6 - 3 6 എന്ന് വരും. ദെൻ മോഡുലസ് ഓഫ് ബി കാണണം. മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബിന്റെ കോഎഫിഷ്യന്റുകളുടെ സ്ക്വയറുകൾ. 1² പ്ലസ് 4² പ്ലസ് 1². അതായത് 1 + 4ന്റെ സ്ക്വയർ 16, ദെൻ 1. അപ്പോൾ എന്ത് വരും? റൂട്ടിൻ്റെ അകത്താണ് 11, 18, റൂട്ട് 18 വരും. ഓക്കെ, സോ ലാസ്റ്റ്ലി പ്രൊജക്ഷൻ ഓൺ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ a.b/b 3/√18 വരും. അത്രേ ഉള്ളൂ. സോ ഈ പ്രോബ്ലത്തിലെ ലാസ്റ്റത്തെ കാര്യം, റൈറ്റ് എ വെക്ടർ ഡി സച്ച് ദാറ്റ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ഡി ഇസ് ഈക്വൽ ടു എ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ഡി എന്ന് പറയുന്നത് മോഡുലസ് എ വന്നു അല്ലേ. അതായത് a.d/മോഡുലസ് ഡി എന്ന് പറയുന്നത് മോഡുലസ് എ ആണെന്നാണ് പറയുന്നത്. അതായത് a.d is equal to മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ഡി. അങ്ങനെയൊക്കെ സെയിം ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന വെക്ടറും എ എന്ന് പറയുന്ന വെക്ടറും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെക്ടർ സച്ച് ദാറ്റ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ഡി ഇസ് ഈക്വൽ ടു മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ എഴുതാം? എ വെക്ടർ തന്നെ എഴുതാം. എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2i + j + 3k. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാരലായിട്ടുള്ള ഏതെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡ്, അതായത് ലാംഡ ടൈംസ് എ എഴുതിയാലും ശരി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.